السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين، أما بعد، فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ടുന്ന നിബന്ധനകളെ സംബന്ധിച്ചും ആ വിഷയത്തിലേക്ക് വെളിച്ചം നൽകുന്ന ദലായിലുകൾ അഥവാ അടയാളങ്ങൾ, തെളിവുകളെ സംബന്ധിച്ചുമാണ് കഴിഞ്ഞ ഏതാനും ക്ലാസുകളിൽ നാം വിശദീകരിച്ചിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന് 8ഓളം ഷർത്തുകളുണ്ട്. അതിൽ 7 എണ്ണവും നാം കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കുകയുണ്ടായി. ഇനി അവശേഷിക്കുന്ന 8ാമത്തെ ഷർത്തിനെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് നാം പഠിക്കുന്നത്. മഅ ശർത്തി സാമിൻ, 8ാമത്തെ ഷർത്ത് അൽ കുഫ്റു ബിമാ യുഅ്ബദു മിൻ ദൂനില്ലാഹ്. അൽ കുഫ്റു ബിമാ യുഅ്ബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകല ഇലാഹുകളെയും നിഷേധിക്കുക. നാം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അറിവെന്ന ഷർത്തുണ്ട്, യഖീൻ, സിദ്ഖ്, ഇഖ്ലാസ്, അതുപോലെ തന്നെ ഖബൂൽ, മഹബ്ബത്ത്. ഈ ഷർത്തുകളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കുണ്ട്. ഈ ഷർത്തുകളൊക്കെ ഒത്തുവന്നാലും ഒരാൾ അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആരാധ്യന്മാരെ നിഷേധിക്കുന്നില്ലെങ്കിൽ അയാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഫലം ചെയ്യാതെ പോകും. അതുകൊണ്ട് ഈ ഷർത്തോടുകൂടി അള്ളാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം അള്ളാഹു അല്ലാത്ത മുഴുവൻ ആളുകളുടെയും ആരാധ്യതയെ നിഷേധിക്കണം. അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ റുക്നിൽ തന്നെ അത് അടങ്ങിയിട്ടുണ്ട്. ലാ ഇലാഹ എന്ന വാചകത്തിൽ തന്നെ മറ്റു ഇലാഹുകളില്ല എന്നത് അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം നാം അത് സഗൗരവം ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും വേണം. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാറ്റിന്റെയും ആരാധ്യതയെ നിഷേധിക്കുക കൂടി ചെയ്യുമ്പോഴാണ് ഒരാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് പൂർത്തീകരിക്കപ്പെടുന്നത്. അതാണ് 8ാമത്തെ ഷർത്തായി പറയപ്പെട്ടിട്ടുള്ളത്. അൽ കുഫ്റു ബിമാ യുഅ്ബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതിനോടൊക്കെ നിഷേധം പ്രഖ്യാപിക്കുക. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ വളരെ ഗൗരവം ഈ വിഷയം വിശദീകരിക്കുന്നുണ്ട്. അതിനുള്ള തെളിവ് ഒന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 256-ാമത്തെ ആയത്താണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ്യ്, മതത്തിൽ ബലാത്കാരമില്ല. ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ്യ്, സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ഫമൻ യക്ഫുർ ബിത്താഗൂതി, ആരെങ്കിലും താഗൂത്തിൽ അവിശ്വസിച്ചാൽ, താഗൂത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാം. അത്താഗൂത്ത് എന്ന് പറഞ്ഞാൽ പിശാചിന് താഗൂത്ത് എന്ന് പറയും. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളും ശക്തികളും എന്താണ്? താഗൂത്താണ്. അത് ജീവനുള്ള അല്ലെങ്കിൽ ബുദ്ധിയുള്ളവരാണെങ്കിൽ
അഥവാ മലക്കുകളോ ജിന്നുകളോ മനുഷ്യരോ ആണ് ആരാധിക്കപ്പെടുന്നതെങ്കിൽ, അവർ തൃപ്തിപ്പെട്ടുകൊണ്ടാണ് ആരാധിക്കപ്പെടുന്നതെങ്കിൽ അവരെയും താഗൂത്ത് എന്ന് പറയും. എന്നാൽ ഒരാൾ മുഹമ്മദ് നബിയെ ആരാധിച്ചു എന്ന് കരുതുക, പക്ഷെ മുഹമ്മദ് നബിയെ താഗൂത്ത് എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. എന്നാൽ വിഗ്രഹങ്ങളെല്ലാം താഗൂത്തുകളാണ്, ആരാധിക്കപ്പെടുന്ന പ്രതിഷ്ഠകളെല്ലാം താഗൂത്തുകളാണ്. എന്നാൽ ജീവികളെ, ജീവനുള്ള വസ്തുക്കൾ, അവരെ താഗൂത്തുകളെന്ന് വിളിക്കുക സാധ്യമല്ല. കാരണം മൃഗങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് ലോകത്ത് നിലകൊള്ളുന്നവയാണ്. ഒരിക്കലും മൃഗങ്ങൾ എന്ത് ചെയ്യുന്നില്ല, തങ്ങൾ ആരാധിക്കപ്പെടുന്നത് അവർ പ്രഖ്യാപിച്ചിട്ടില്ല, അവർ ഒരിക്കലും അത് ആവശ്യപ്പെടുന്നുമില്ല. അപ്പോൾ സ്വയം തൃപ്തിപ്പെട്ടുകൊണ്ട് ആരാധിക്കപ്പെടുന്ന മനുഷ്യരെ, ജിന്നുകളെ, മലക്കുകളെയൊക്കെ താഗൂത്തുകൾ എന്ന് പറയും. പൊതുവെ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതിനെ ആ ഒരർത്ഥത്തിൽ വേണമെങ്കിൽ താഗൂത്ത് എന്ന് പറയാവുന്നതാണ്. ചുരുക്കത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്, താഗൂത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാം, അല്ലെങ്കിൽ ശിർക്ക്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫമൻ യക്ഫുർ ബിത്താഗൂതി, ആരെങ്കിലും താഗൂത്തിൽ അവിശ്വസിക്കുകയും വയുമിൻ ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, അയാൾ ഉറപ്പുള്ള പാശമാണ് മുറുകെ പിടിച്ചത്, ഉറപ്പുള്ള ഒരു കയറിനെയാണ് പിടിച്ചത്. അപ്പോൾ ഇവിടെ അള്ളാഹു രണ്ട് കണ്ടീഷൻ പറഞ്ഞു. ഒന്ന്, ഫമൻ യക്ഫുർ ബിത്താഗൂത്ത്, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകല വസ്തുക്കളുടെയും ആരാധ്യതയെ നിഷേധിക്കുകയും വയുമിൻ ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുക. ഇതാണ് അതിനുള്ള പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള തെളിവ്. സ്വഹീഹായ ഹദീസിൽ നിന്നുള്ള തെളിവ് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസാണ്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു, വകഫറ ബിമാ യുഅ്ബദു മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതിനെ ഒക്കെ നിഷേധിക്കുകയും ചെയ്തു. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് പ്രഖ്യാപിച്ചു. വകഫറ ബിമാ യുഅ്ബദു മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകല വസ്തുക്കളെയും എന്ത് ചെയ്തു? നിഷേധിച്ചു. അങ്ങനെയാണെങ്കിൽ ഹറുമ മാലുഹു വദമുഹു, അവന്റെ ധനവും രക്തവും പരിരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വഹിസാബുഹു അലല്ലാഹ്, അവന്റെ വിചാരണ അള്ളാഹുവിലാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും വകഫറ ബിമാ യുഅ്ബദു മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകല വസ്തുക്കളുടെയും ആരാധ്യതയെ നിഷേധിക്കണം. അതുകൊണ്ട് ഒരു മുസ്ലിമിന് അള്ളാഹു അല്ലാത്ത വ്യക്തികൾ ആരാധിക്കപ്പെടുന്നതിനെ ഒരു കാരണവശാലും ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ചില ആളുകളുണ്ട്, അവർ മുസ്ലിമീങ്ങളാണ്, പക്ഷെ അവർ സർവമത സത്യവാദത്തിൽ വിശ്വസിക്കുന്നു. സർവമത സത്യവാദത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിം നാമധാരികളായ ആളുകളുണ്ട്. അവർ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളല്ല. അവർ പറയുന്നു എല്ലാ മതങ്ങളും സത്യമാണ്, എല്ലാ മതങ്ങളും സത്യമാണ്, ഓരോ ആരാധനാരീതികളും ഒരേ കേന്ദ്രത്തിലേക്കാണ് എത്തിച്ചേരുന്നത് എന്നുള്ള ചില അല്പബുദ്ധികളായ ആളുകളുടെ ദുർവ്യാഖ്യാനങ്ങളിൽ വീണുപോയി, അവരുടെ ഭംഗിവാക്കുകളിൽ വീണുപോയി എല്ലാ മതങ്ങളും ഏകദേശം പറയുന്നത് ഒരേ ആശയം തന്നെയാണ് എന്ന് ധരിച്ചു വശായിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ ഒരു യഥാർത്ഥ മുസ്ലിമായി തീരണമെങ്കിൽ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന മുഴുവൻ ദൈവങ്ങളുടെയും ആരാധ്യതയെ നിഷേധിക്കുകയും അത്തരം ആരാധനയുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ട മതങ്ങളുടെ ആശയങ്ങളെ അവർ പൂർണ്ണമായും നിരാകരിക്കുകയുമാണ്. ലോകത്ത് ഒരു മതവും സത്യമല്ല ഇസ്ലാമല്ലാതെ. ഇസ്ലാമല്ലാതെ ഒരു മതമില്ല. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ബാക്കിയുള്ള മതങ്ങളൊക്കെ മനുഷ്യനിർമ്മിത മതങ്ങളാണ്. അതുകൊണ്ട് ഒരു മതത്തിന്റെയും സത്യതയെ ഒരു മുസ്ലിം അംഗീകരിക്കാൻ പാടില്ല ഇസ്ലാമല്ലാതെ. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു. ഇസ്ലാമല്ലാത്തൊരു മതം ആര് സ്വീകരിച്ചാലും അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല.
അതുകൊണ്ട് മതങ്ങളെല്ലാം സത്യമാണ് എന്ന വിശ്വാസം ഒരിക്കലും ഒരു മുസ്ലിമിന് പാടില്ല. അള്ളാഹുവിൽ വിശ്വസിക്കുന്നതോടുകൂടി മറ്റ് എല്ലാ ദൈവങ്ങളുടെയും ആരാധ്യതയെ നിഷേധിക്കണം. അതിന്റെ പേരിൽ സ്ഥാപിക്കപ്പെടുന്ന മതങ്ങളും മതാചാരങ്ങളെയും അവർ വെടിയണം. അതുകൊണ്ടാണ് അമുസ്ലിം മതാചാര ചടങ്ങുകൾ മുസ്ലിമീങ്ങൾക്ക് അനുവദനീയമല്ല എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. കാരണം അത് ബഹുദൈവാരാധനയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെടുന്ന ആഘോഷങ്ങളാണ്. ഒരു മുസ്ലിമിന്റെ വിശ്വാസം എന്താണ്? അള്ളാഹു മാത്രമേ ആരാധ്യനായുള്ളൂ, അവന് പങ്കുകാരില്ല, അവന് സന്താനങ്ങളില്ല. എന്നാൽ ഇതര ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അതൊക്കെ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ക്രിസ്തുമസ് അള്ളാഹുവിന്റെ പുത്രനായി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചു എന്ന വിശ്വാസത്തിൽ നിന്നുണ്ടായതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അള്ളാഹുവിനൊരു കുഞ്ഞുണ്ടായി എന്ന അവരുടെ വാദം ആകാശങ്ങളും ഭൂമിയും പർവ്വതങ്ങളും പൊട്ടിച്ചെതറുവാൻ മാത്രം ഗൗരവമുള്ള വാക്കാണ്. അങ്ങനെയുള്ള ഒരു ആദർശത്തിന് ആശംസ നേരാൻ മുസ്ലിമിന് കഴിയില്ല. അങ്ങനെയുള്ള ഒരു ആദർശത്തിന്റെ പേരിൽ കൊണ്ടാടപ്പെടുന്ന ആഘോഷത്തിൽ മാനസികമായോ ശാരീരികമായോ സാമ്പത്തികമായോ സഹകരിക്കാൻ മുസ്ലിമിന് കഴിയില്ല. അത് ഓണാഘോഷങ്ങളാകട്ടെ, അതേപോലെയുള്ള ഏത് ആഘോഷങ്ങളാകട്ടെ, ആ ആഘോഷങ്ങളൊക്കെ ബഹുദൈവ ആരാധനയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ടതാണ്. അവിടെ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് അകന്നു നിൽക്കലാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമുസ്ലിമീങ്ങളുടെ ഉത്സവ സ്ഥലങ്ങളിൽ നിങ്ങൾ പ്രവേശിക്കരുത്, അവരുടെ ആഘോഷ സ്ഥലങ്ങളിൽ നിങ്ങൾ പ്രവേശിക്കരുത്. കാരണം അള്ളാഹുവിന്റെ ലഅനത്തിറങ്ങുന്ന സദസ്സുകളാണത്, അതിൽ നിങ്ങളും ഭാഗവാക്കാവും. അവിടെ പോയി നിന്നുകൊടുക്കരുത്, കാരണം ലഅനത്തിറങ്ങുന്ന സദസ്സാണത്. അള്ളാഹുവിന് ഒരിക്കലും ഇഷ്ടമില്ലാത്ത വിഷയമാണെന്ത്? ശിർക്ക്. ഇന്ന ശിർക ലദുൽമുൻ അദീം ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് അള്ളാഹു ഒരിക്കലും പുറത്തു കൊടുക്കൂല. വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവർക്ക് സ്വർഗം നിഷിദ്ധമാണ്. ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്. നീ ശിർക്ക് ചെയ്താൽ നിന്റെ അമൽ മുഴുവൻ ബാത്തിലായി പോകും. അത്രയ്ക്ക് ഗൗരവമുള്ളതാണ് ബഹുദൈവാരാധന. ആ ബഹുദൈവാരാധനയുടെ പേരിൽ ആഘോഷിക്കപ്പെടുന്ന ആഘോഷങ്ങൾ, അത്തരം സദസ്സുകളിൽ പങ്കെടുക്കൽ ലഅനത്തിന് കാരണമായി തീരും. അതുകൊണ്ട് തന്നെ ദഅവ ഉദ്ദേശത്തോടുകൂടിയല്ലാതെ അത്തരം സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല? പ്രവേശിക്കാൻ പാടില്ല. ദഅവ ആണ് ഉദ്ദേശമെങ്കിൽ, പ്രബോധനമാണ് ഉദ്ദേശമെങ്കിൽ പാടുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അമ്പലത്തിൽ പ്രവേശിച്ചതുപോലെ ദഅവത്തിനു വേണ്ടി ഇതര മതസ്ഥരുടെ അവർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ, അവരുടെ ആഘോഷങ്ങളിലോ പോകൽ പണ്ഡിതന്മാർ അനുവദിച്ചിട്ടുണ്ട്. കാരണം അവിടെ നമ്മൾ അവരെ തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ അവർക്കുണ്ടാവും. എന്നാൽ അതിൽ പങ്കെടുത്ത് ആഘോഷിച്ച് ആനന്ദം കൊള്ളാനാണ് പോകുന്നതെങ്കിലോ അത് ഒരിക്കലും അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെ ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട സകല വിശ്വാസങ്ങളെയും ആഘോഷങ്ങളെയും ആരാധനകളെയും ഒരു മുസ്ലിം എന്ത് ചെയ്യുന്നു? നിരാകരിക്കും. അത് തീവ്രവാദമോ ഭീകരവാദമോ ഒന്നുമല്ല, മറിച്ച് വിശ്വാസ സംരക്ഷണവും ആദർശ സംരക്ഷണവുമാണ്. അള്ളാഹുവിന്റെ ലഅനത്തിൽ നിന്ന് രക്ഷപ്പെടലാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പൂർവ്വകാല സമൂഹം ശിക്ഷിക്കപ്പെട്ട ഒരു നാട്ടിൽ നിങ്ങൾ പ്രവേശിക്കരുത്, ആ നാട്ടിലൂടെ നിങ്ങൾ കടന്നു പോകരുത്. ഇനി അഥവാ ആ നാട്ടിലൂടെ കടന്നു പോവുകയാണെങ്കിൽ തന്നെ കരഞ്ഞുകൊണ്ട് സ്പീഡിൽ കടന്നു പോകണമെന്നാണ്. കരഞ്ഞുകൊണ്ട് സ്പീഡിൽ നടന്നു പോകണം എന്ന് പറഞ്ഞാൽ അവിടെ ചിരിച്ചും കളിച്ചും ഉല്ലാസത്തിന് വേണ്ടി അത്തരം സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. അപ്പൊ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ട സമൂഹം, ആദ് സമൂദ് ഗോത്രം, അതേപോലുള്ള സമൂഹങ്ങൾ നമുക്കറിയാവുന്നതുണ്ടെങ്കിൽ അവിടെ ടൂറിന് വേണ്ടി പോയി അവിടെ നിന്ന് ആനന്ദം കൊള്ളാൻ പാടില്ല. ആ ഭാഗത്തൂടെ കടന്നു പോവാതിരിക്കുക മാക്സിമം. ഇനി പോവുകയാണെങ്കിൽ തന്നെ എന്ത് വേണം? സ്പീഡിൽ പോകണം. അതും കരഞ്ഞുകൊണ്ട്, പേടിച്ചുകൊണ്ട്, ഭയപ്പെട്ടുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് രംഗം കഴിച്ചിലാവണം. എന്തിനാണത്? അള്ളാഹുവിന്റെ കോപമിറങ്ങിയ സ്ഥലമാണ്. അത് നിങ്ങളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞാനൊരു മൃഗത്തെ ബലിയിറക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ട് ബുവാന എന്ന സ്ഥലത്ത് വെച്ച്. ബുവാന എന്ന സ്ഥലത്ത് വെച്ച് ഞാനൊരു ഉരുവിനറക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ ചോദ്യം, അവിടെ ജാഹിലിയ കാലഘട്ടത്തിൽ വല്ല വിഗ്രഹങ്ങളും ആരാധിക്കപ്പെട്ട സ്ഥലമാണോ? അവിടെ വല്ല ആരാധനയും നടന്ന സ്ഥലമാണോ? ആ സ്വഹാബി പറഞ്ഞു, ഇല്ല, അങ്ങനെ ഒരു പ്രത്യേക ആരാധന നടന്ന സ്ഥലമല്ല അത്. രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം, അവിടെ ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട വല്ല ആഘോഷവും നടന്നിരുന്ന, ഉത്സവങ്ങൾ, നേർച്ച, അങ്ങനെ വല്ലതും നടക്കുന്ന സ്ഥലമാണോ? അദ്ദേഹം പറഞ്ഞു, അതുമല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ നീ നിന്റെ നേർച്ച നിറവേറ്റിക്കോ, എങ്കിൽ നീ നിന്റെ നേർച്ച നിറവേറ്റിക്കോ, കാരണം അള്ളാഹു ഹറാമാക്കിയ വിഷയത്തിൽ നേർച്ചയില്ല. അപ്പൊ അവിടെ വളരെ ഗൗരവത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ചോദ്യം ചോദിച്ചത്. അപ്പൊ അള്ളാഹുവിന് വേണ്ടിയാണ് ഇദ്ദേഹം അറക്കുന്നത്, വിഗ്രഹത്തിന് വേണ്ടിയല്ല. അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിലും ഒരു വിഗ്രഹത്തെ ആരാധിക്കപ്പെട്ട, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പ്രത്യേക ഉത്സവങ്ങൾ നടന്ന ഒരു സ്ഥലത്ത് താങ്കൾ ചെന്നാൽ അതിന് പല ദോഷങ്ങളും ഉണ്ടാകും. അതല്ലെങ്കിൽ ഇവരുടെ മനസ്സിൽ ചില ബഹുദൈവാരാധനയുടെ വശങ്ങൾ കയറി വരാൻ സാധ്യതയുണ്ട്. അത്തരം സദസ്സുകളിൽ പങ്കെടുത്താൽ ഒരു പക്ഷേ അതിനോടുള്ള ഒരു ഇഷ്ടം ചിലപ്പോൾ മനസ്സിൽ കടന്നുകൂടിയേക്കാം. നിങ്ങൾ നോക്കൂ, യേശുദാസ് ആരാണ്? ക്രിസ്ത്യാനിയായിരുന്നു. പക്ഷെ അദ്ദേഹം ഹിന്ദുമതം സ്വീകരിച്ചു എന്നൊരിക്കൽ പ്രഖ്യാപിച്ചു. പിന്നെ എല്ലാ മതങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് അദ്ദേഹത്തിന് കാരണമായി തീർന്നത് ശ്രീകൃഷ്ണനെ സംബന്ധിച്ചും ഗുരുവായൂരപ്പനെ സംബന്ധിച്ചൊക്കെ ഉള്ള ഒരുപാട് പാട്ടുകൾ പാടി 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 അവസാനം അതിനോടൊരു ഇഷ്ടമായി ആ മതം സ്വീകരിക്കാനുള്ള ഒരു പരുവത്തിലേക്ക് മനസ്സ് മാറിയതാണ്. ഇത് മനുഷ്യന്റെ ഫിത്രത്തിൽപ്പെട്ടതാണത്. അതുകൊണ്ടാണ് ഇസ്ലാം എല്ലാ അർത്ഥത്തിലും മനുഷ്യന് ഒരാളെ അനുകരിക്കുമ്പോൾ, അതല്ലെങ്കിൽ വേറൊരു സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മൾ ഇൻവോൾവ്ഡ് ആവുമ്പം അറിയാതെ നമ്മുടെ മനസ്സ് അവരിലേക്ക് ചായുകയും പിന്നീട് നമ്മൾ അവരുടെ ഒരാളായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ആരാധനാ രംഗങ്ങളിലും അത്തരം ആരാധനകൾക്ക് വേണ്ടി പ്രത്യേകം ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ വരെ ഒഴിവാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കാവി വസ്ത്രം ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയി. കാവി എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറമുള്ള വസ്ത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് സത്യനിഷേധികളുടെ വസ്ത്രമാണ്, ഇത് ഒഴിവാക്കണം. കാരണം കാവി എന്നതൊരു പ്രത്യേക വിഭാഗത്തിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട, മതവുമായി ബന്ധപ്പെട്ട വസ്ത്രധാരണമാണ്. ശബരിമലക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഡ്രസ്സുകൾ പോലെ അങ്ങനെ ഓരോ ഡ്രസ്സുകൾ, ക്രിസ്ത്യാനികൾക്ക് പള്ളിയിലച്ഛനും അതേപോലെ അവരിലെ കന്യകളായ ആളുകൾക്ക്, സ്ത്രീകൾക്കൊക്കെ ഒരു പ്രത്യേക വേഷവിധാനങ്ങൾ, അതൊക്കെ മതവുമായി ബന്ധപ്പെട്ട വേഷവിധാനങ്ങളാണ്. അതിനൊന്നും അനുകരിക്കാൻ ആർക്ക് പാടില്ല? മുസ്ലിമീങ്ങൾക്ക് പാടില്ല. പണ്ഡിതന്മാർ അത് വിശദീകരിച്ചത്, ബാഹ്യമായ അനുകരണം ആന്തരികമായ സ്നേഹബന്ധത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അവസാനം നിങ്ങൾക്കും ഞങ്ങൾ അവരുടെ കൂട്ടത്തിലായാൽ എന്താണ് എന്നൊരു തോന്നൽ ഇബ്ലീസ് വിട്ടുതരും. ഇബ്ലീസിന് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, ഇബ്ലീസ് അവിടെ കയറിക്കൂടും. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു കഴിഞ്ഞാൽ അൽ കുഫ്റു ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതിനെ മുഴുവൻ പൂർണ്ണമായും നിഷേധിക്കുകയും അത്തരം ആരാധനാ രീതികൾ, അത്തരം ആരാധനകളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ, അത്തരം ആരാധനകളുമായി ബന്ധപ്പെട്ട വസ്ത്രധാരണ രീതികൾ, അങ്ങനെ തുടങ്ങി എല്ലാം ഒഴിവാക്കി പൂർണ്ണമായും തൗഹീദിന്റെ ഐഡന്റിറ്റിയിലേക്ക് ഇങ്ങോട്ട് മാറണം. അപ്പോഴാണ് ഒരാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തീകരിക്കപ്പെടുന്നത്. അതോടൊപ്പം ബഹുദൈവാരാധന അതേപോലുള്ള സംഗതികൾ അല്ലാഹുവിനെ പരിഹസിക്കുന്ന സദസ്സുകളാണ്. അത്തരം സദസ്സുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വൈദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിന ഫഅഅരിദ് അൻഹും ഹത്താ യഖൂദൂ ഫീ ഹദീസിൻ ഗൈരി. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്ന സദസ്സിൽ നിങ്ങൾ വന്നാൽ നിങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകണം. അവർ സംസാരം മാറ്റുന്നതുവരെ നിങ്ങൾ അവിടെ ഇരിക്കരുത്. വഇമ്മാ യുൻസിയന്നക ശൈത്താനു ഫലാ തഖഉദു ബഅദ الذിക്റാ മഅൽ ഖൗമിൽ വാലിമീൻ. ഒരുപക്ഷെ പിശാച് നിങ്ങളെ മറപ്പിച്ചു കളയും. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം എവിടാന്നുള്ളത് പിശാച് എന്ത് ചെയ്യും? മറപ്പിച്ചു കളയും. അങ്ങനെ അറിയാതെ നിങ്ങൾ ഒരു കള്ളുകുടിയുടെ സദസ്സ്, അല്ലെങ്കിൽ ഒരു തോന്നിവാസം പറയുന്ന സദസ്സ്, അല്ലെങ്കിൽ ഒരു ഷിർക്കിന്റെ സദസ്സ്, ഷിർക്കുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷത്തിന്റെ സദസ്സിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ പിശാച് നിങ്ങൾക്ക് ചില മറവികൾ ഇട്ടുതരും. എന്നാൽ പെട്ടെന്ന് ഓർമ്മയായാൽ ഓർമ്മയായ പിന്നെ അവിടെ ഇരിക്കരുത്, വേഗം എഴുന്നേറ്റ് ആ സദസ്സെന്ന് പോവണം. ഈ ആയത്തിൽ രണ്ട് തത്വം കിട്ടി. ഒന്ന്,
അള്ളാഹുവിന്റെ വചനങ്ങളെയും അള്ളാഹുവിനെയും നിഷേധിക്കുന്ന, പരിഹസിക്കുന്ന സദസ്സുകളിൽ നമ്മൾ ഇരിക്കാൻ പാടില്ല. ഒന്ന്. അതേസമയം അങ്ങനെയുള്ള പരിഹാസങ്ങളൊന്നുമില്ലാത്ത സദസ്സുണ്ടാവും, മുസ്ലിങ്ങൾ നല്ല മുസ്ലിങ്ങൾ തന്നെ, അവിടെ ഇരിക്കാവുന്നതാണ്. മറ്റു ദോഷങ്ങളില്ലെങ്കിൽ ഇരിക്കാവുന്നതാണ്. അപ്പോൾ ഒരു അമുസ്ലിമിന്റെ അടുത്ത് ഇരിക്കാനേ പാടില്ല എന്ന കാഴ്ചപ്പാടിൽ നിന്ന്, അതിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ആർക്കുള്ളത്? ഇസ്ലാമിനുള്ളത്. അതേ സമയത്ത് ഖുർആനിനെയോ ഹദീസിനെയോ നിഷേധിക്കുകയോ പരിഹസിക്കുകയോ അള്ളാഹുവിന്റെ ഏകത്വത്തെ കളിയാക്കുകയോ ചെയ്യുന്ന സദസ്സാണെങ്കിലോ ഇരിക്കാൻ പാടില്ല. ചില ആളുകൾ അതൊന്നും പരിഗണിക്കാതെ ബഹുദൈവാരാധനയുടെ ആഘോഷങ്ങളിലും സന്തോഷങ്ങളിലൊക്കെ അവർ പങ്കെടുത്തു. അവർ ഉള്ളതിൽ നിന്ന് കുറച്ചു കളഞ്ഞ ആളുകളാണ്, ഗൗരവം കുറച്ചു കളഞ്ഞ ആളുകളാണ്. വേറെ ചില ആളുകൾ അതിൽ നിന്നും കടന്ന് ഒരു അമുസ്ലിമിന്റെ അടുത്ത് സംസാരിക്കാനോ അയാളോട് ചിരിക്കാനോ അയാളുടെ അടുത്ത് ഇരിക്കാനോ തന്നെ പാടില്ല എന്ന ഒരു ചിന്തയിലേക്ക് മാറി. ഇത് രണ്ടിൽ നിന്നും മധ്യവ നിലപാടാണ് ഇസ്ലാം സ്വീകരിച്ചത്. അമുസ്ലിമീങ്ങളാണ് എന്നതുകൊണ്ട് അവരുടെ അടുത്ത് ഇരിക്കരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. എന്നാൽ അതേ സമയത്ത് പരിഹാസത്തിന്റെ, ദൈവനിഷേധത്തിന്റെ സദസ്സുകളാണോ ഇരിക്കാൻ പാടില്ല. വഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബി അൻ ഇദാ സമിഅ്തും ആയാതില്ലാഹി യുക്ഫറു ബിഹാ വയുസ്തഹ്സഉ ബിഹാ ഫലാ തഖഉദു മഅഹും ഹത്താ യഖൂദു ഫീ ഹദീസിൻ ഗൈരിഹി. അള്ളാഹു വേദഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. എന്താണ് അവതരിപ്പിച്ചെന്നത്? അൻ ഇദാ സമിഅ്തും ആയാതില്ലാഹ്, അള്ളാഹുവിന്റെ ആയത്തുകളെ നിങ്ങൾ കേൾക്കുകയാണ്. എങ്ങനെ കേൾക്കുന്നു? യുക്ഫറു ബിഹാ, അതിനെ നിഷേധിക്കുന്ന, അപ്പൊ അള്ളാഹുവിന്റെ ഏകത്വത്തെ നിഷേധിക്കുന്ന, വയുസ്തഹ്സഉ ബിഹാ, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനെ കളിയാക്കുന്ന ഒരു സദസ്സ്, ഫലാ തഖഉദു മഅഹും, അവരുടെ കൂടെ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. ഏതുവരെ? ഹത്താ യഖൂദു ഫീ ഹദീസിൻ ഗൈരി, വേറെ വിഷയം സംസാരിക്കുന്നത് വരെ. വളരെ കൃത്യമായിട്ട് അള്ളാഹു പറയാണ്. ടോപ്പിക്, സബ്ജക്റ്റ് മാറേ ഇരുന്നോളി, എന്നാൽ സബ്ജക്റ്റ് ഇസ്ലാമും ഇസ്ലാമിന്റെ തൗഹീദും അള്ളാഹുവിനെ പരിഹസിക്കലൊക്കെ ആണെങ്കിലോ ഇരിക്കാൻ പാടില്ല. അപ്പൊ ഇതാണ് ഇസ്ലാം ആ വിഷയത്തിൽ വെച്ചിട്ടുള്ള ക്രൈറ്റീരിയ. അതുകൊണ്ട് അള്ളാഹുവിനെ നിഷേധിക്കുന്ന, അള്ളാഹുവിന്റെ ഏകത്വത്തെ നിഷേധിക്കുന്ന എല്ലാ ആഘോഷങ്ങളും സദസ്സുകളും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സ്വഭാവ രീതികളെയും പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കണം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, മറ്റൊരു സമൂഹത്തോട് നിങ്ങൾ സാദൃശ്യം പുലർത്തിയാൽ നിങ്ങൾ അവരിൽ പെട്ടവനാണ്. ഇവിടെ പണ്ഡിതന്മാർ കൃത്യമായി വിശദീകരിച്ചു, മറ്റൊരു വിഭാഗത്തോട് സാദൃശ്യം പുലർത്തുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പ്രത്യേകമായ വിശ്വാസങ്ങളോടോ ആദർശങ്ങളോടോ ആചാരങ്ങളോടോ വസ്ത്രധാരണ രീതികളോടോ ഉള്ള സാദൃശ്യമാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ തുണി ഉടുക്കുന്നു, വെള്ള തുണി ഉടുക്കുന്നു, അമുസ്ലിങ്ങളും തുണി ഉടുക്കുന്നു. അതുകൊണ്ട് നമ്മൾ തുണി ഒഴിവാക്കണോ? വേണ്ട. കാരണം അത് ഒരു അമുസ്ലിമിന്റെയോ അതല്ലെങ്കിൽ ഹിന്ദുവിന്റെയോ ഡ്രസ്സായിട്ട് പരിഗണിക്കപ്പെടുന്നതല്ല. പാന്റ് ധരിക്കുക. സൗദി അറേബ്യയിലെ ലജ്നത്തു ദായിമയിലെ പണ്ഡിത സഭയോട് ചോദിച്ചു, അമുസ്ലിമീങ്ങൾ ധരിക്കുന്ന പല വസ്ത്രങ്ങളും മുസ്ലിങ്ങളും ധരിക്കുന്നുണ്ടല്ലോ, യഹൂദരും ക്രൈസ്തവരും ധരിക്കുന്ന, ഉദാഹരണത്തിന് പാന്റ് ധരിക്കാൻ പാടുണ്ടോ? പണ്ഡിതന്മാർ പറഞ്ഞു, പാന്റ് അമുസ്ലിമിന്റെ ഡ്രസ്സായിട്ട് ആരും പരിചയപ്പെടുത്തിയിട്ടില്ല. പിന്നെയോ അതെല്ലാവരുടെയും ഡ്രസ്സാണ്, എല്ലാവരുടെയും ഡ്രസ്സാണ്. ഒരു മതവിഭാഗത്തിന്റെ ഡ്രസ്സ് എന്നുള്ള നിലക്കാണോ പാന്റ് ലോകത്ത് അറിയപ്പെടുന്നതല്ല. മറിച്ച് അവർ പറഞ്ഞു, പാന്റ് ധരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ടൈറ്റുള്ള പാന്റ് ധരിക്കരുത്. അതേപോലെ തന്നെ ഗുഹ്യാവയവങ്ങൾ പ്രകടമാകുന്ന രൂപത്തിൽ വിട്ടേക്കാനും പാടില്ല. നല്ല ലൂസ് വേണം, അല്ലെങ്കിൽ അതിന്റെ മേലെ കൂടി കുപ്പായിടണം. നിസ്കരിക്കുമ്പോൾ, സുജൂദ് ചെയ്യുമ്പോൾ, റുക്കൂ ചെയ്യുമ്പോൾ ഔറത്ത് പുറത്ത് കാണരുത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പാന്റ് ധരിക്കാവുന്നതാണ്, അതല്ലാത്ത വിലക്കൊന്നുമില്ല. അപ്പൊ പൊതുവെ എല്ലാവരും ധരിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതോ, പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഉപയോഗിക്കുന്നതോ, പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്ന ഭാഷകൾ സ്വീകരിക്കുന്നതോ ഒന്നും തന്നെ എന്തല്ല, ഒരിക്കലും വിലക്കപ്പെട്ടതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെ അമുസ്ലിം നാടുകളിൽ ഉണ്ടാക്കപ്പെട്ട വസ്ത്രങ്ങളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വാഹനങ്ങൾ തന്നെയാണ് അവിടെയുള്ള അബൂജഹലിനെ പോലെയുള്ള ആളുകൾ ഉപയോഗിച്ച വാഹനങ്ങൾ. അതിൽ കുഴപ്പമില്ല. എന്നാൽ ഒരു മതവിഭാഗത്തിന്റെ പ്രത്യേക വസ്ത്രധാരണ രീതി അത് കണ്ടറിയാം. ആ വസ്ത്രം കണ്ട ഇത് ഹൈന്ദവരാണ്, ആ വസ്ത്രം കണ്ട ഇതൊരു ക്രിസ്ത്യാനിയാണ്. ഇങ്ങനെ വേഷം കൊണ്ട് ഒരു മതവിഭാഗത്തെ തിരിച്ചറിയുന്ന രൂപത്തിൽ ഉള്ള അടയാളങ്ങൾ
അതൊരിക്കലും ധരിക്കാൻ പാടില്ല. അവിടെ കൃത്യമായ ഐഡന്റിറ്റി വേണം. ഇപ്രകാരം അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുത്ത എല്ലാറ്റിനോടും പൂർണ്ണമായ ബറാഅത്ത്, അത്തരം ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളോടും സ്വഭാവ രീതികളോടുമുള്ള പൂർണ്ണമായ ബറാഅത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വളരെ പ്രധാനമാണ്. അതിൽ ചിലതിൽ നമ്മൾ അവരെ അനുകരിച്ചാൽ ഇസ്ലാമിൽ തന്നെ പുറത്തുപോകും. ചിലത് വൻ പാപമാണ്, ചിലത് ഓരോന്നിന്റെയും ദറജ അനുസരിച്ച് അതിൽ പാപങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും എന്ന് മാത്രം. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തിൽ വളരെ പ്രധാനപ്പെട്ടതും ഗൗരവപൂർവ്വം ഉൾക്കൊള്ളേണ്ടതുമായ വിഷയമാണ് അൽ കുഫ്റു ബിമാ യുഅ്ബദു മിൻ ദൂനില്ലാഹ്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആരാധ്യന്മാരെ, അത്തരം മതവിശ്വാസങ്ങളെ, അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ, അനുഷ്ഠാനങ്ങളെയെല്ലാം ഒരു മുസ്ലിം കൈയൊഴിഞ്ഞേ മതിയാവൂ, നിരാകരിച്ചേ മതിയാവൂ. അപ്പോഴേ ഒരാളുടെ കലിമത്തു തൗഹീദ് അതിന്റെ പൂർണ്ണതയിൽ എത്തുകയുള്ളൂ. ഈ 8 കാര്യങ്ങളാണ്, ഈ 8 ശുറൂത്തുകളാണ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും ക്ലാസുകളിൽ നമ്മൾ പഠിച്ചത്. ഒന്നുകൂടി അത് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്നാമത്തത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ ഷർത്തിൽ ഏറ്റവും ഒന്നാമത്തത് അൽ ഇൽമു, അറിവാൻ. ഒന്നാമത്തത് അൽ ഇൽമു, അറിവാൻ. രണ്ടാമത്തത് അൽ യഖീനു, ദൃഢമായ ഉറച്ച വിശ്വാസമാണ്. മൂന്നാമത്തത് അൽ ഖബൂലു, മനസ്സുകൊണ്ടുള്ള പൂർണ്ണമായ അംഗീകാരമാണ്. നാലാമത്തത് അൽ ഇൻഖിയാദു, അഥവാ ശരീരം കൊണ്ടുള്ള പൂർണ്ണമായ അനുസരണമാണ്. അഞ്ചാമത്തത് അസ്ദിഖു, എല്ലാ അർത്ഥത്തിലും മരണം വരെ പ്രഖ്യാപിച്ച കലിമത്തു തൗഹീദിനോട് സത്യസന്ധത പുലർത്തലാണ്. ആറാമത്തത് അൽ ഇഖ്ലാസു, ഇഖ്ലാസാണ്, ആത്മാർത്ഥതയാണ്, റിയായിൽ നിന്നും സുമഅത്തിൽ നിന്നും മുക്തമായ ആരാധനകളാണ്. ഏഴാമത്തത് അൽ ഹുബ്ബു, മഹബ്ബത്താണ്, അഥവാ സ്നേഹമാണ്. എട്ടാമത്തത് നാം ഇപ്പോൾ പഠിച്ചു, അൽ കുഫ്റു ബിമാ യുഅ്ബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകല വസ്തുക്കളുടെയും ആരാധ്യതയെയും അതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട മതങ്ങളെയും അതിന്റെ ആഘോഷങ്ങളും അങ്ങനെ തുടങ്ങി അതുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനെയും നിരാകരിച്ച് അതിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്ന് പൂർണ്ണമായും തൗഹീദിന്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുക. ഇത്രയുമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു വിഷയമാണ് നവാഖിദു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നവാഖിദു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതുവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവാനോ അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണതക്കോ ആവശ്യമായ ഷർത്തുകളാണ് നമ്മൾ പഠിച്ചത്. ഇനി പഠിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ നിന്ന് ഒരാൾ പുറത്തു പോകുന്ന അല്ലെങ്കിൽ ഇസ്ലാമിൽ തന്നെ പുറത്തു പോകുന്ന ചില കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 10 പോയിന്റുകളാണ് പണ്ഡിതന്മാർ ജമഅ ചെയ്ത ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പോലെയുള്ള റഹിമഹുല്ലാ പണ്ഡിതന്മാർ, അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാരൊക്കെ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നുമുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്രോഡീകരിച്ച് തന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 10ഓളം വിഷയങ്ങൾ. ബാക്കിയുള്ളതൊക്കെ അതിന്റെ ഉപോത്ബലകമായി വരുന്ന വിഷയങ്ങളാണ്. ഈ 10 കാര്യങ്ങളാണ് അസ്ല്. അതിനാണ് നമ്മൾ നവാഖിദു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നവാഖിദുൽ ഇസ്ലാം എന്നും പറയാറുണ്ട്. നവാഖിദുൽ ഇസ്ലാം, നഖബ എന്ന വാക്കിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. നഖബ് എന്ന് പറഞ്ഞാൽ അബ്തല, ഒന്നിനെ ബാത്തിലാക്കുന്നതിനാണ് നഖബ എന്ന് പറയാം. നഖബ എന്ന് പറഞ്ഞാൽ ഒന്നിനെ ബാത്തിലാക്കി കളയുക. പരിശുദ്ധ ഖുർആനിൽ കാണാം, വലാ തൻഖുദുൽ അയ്മാന ബഅദ തൗഹീദിഹാ, കരാറുകൾ ഉറപ്പിച്ചതിന് ശേഷം നിങ്ങൾ അതിനെ മുറിച്ചു കളയരുത്, ലംഘിച്ചു കളയരുത്. അപ്പൊ കരാറുകൾ ലംഘിക്കുക, പിരിച്ചെടുത്ത കയറിനെ വീണ്ടും പിരിച്ചിട്ട് ആ കയറിനെ കയറല്ലാതാക്കി മാറ്റുക, ഒട്ടിച്ചു കളയുക, ഉളു മുറിഞ്ഞു പോവുക, അങ്ങനെ തുടങ്ങിയുള്ള വിഷയങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് നഖബ. നഖബ യൻഖുദു നഖ്ദൻ. അതിന്റെ ഫാഇലാണ് നാഖിദുൻ. നാഖിദുൻ, മുറിച്ചു കളയുന്നത്, ബാത്തിലാക്കി കളയുന്നത്.
നവാഖിദുൽ വുളു എന്ന് പറഞ്ഞാൽ വുളുവിനെ ബാത്തിലാക്കി കളയുന്നത്. നവാഖിദു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലയെ ബാത്തിലാക്കി കളയുന്നത്, ഇല്ലാതാക്കി കളയുന്നത്, ഇസ്ലാം ഒന്ന് പുറത്തു പോകുന്നത്. അതാണ് നാഖിദ്. അതിന്റെ ജംആണ് നവാഖിദുൻ. നാഖിദിന്റെ ജംആണ് നവാഖിദ്. അപ്പൊ നവാഖിദുൽ ഇസ്ലാം അല്ലെങ്കിൽ നവാഖിദു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഒരാൾ അംഗീകരിച്ചു, ശേഷം നേരത്തെ പറഞ്ഞ ഷർത്തുകളൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു എന്ന് വിചാരിക്കും. എന്നാൽ വന്ന ആൾ ഇസ്ലാമെന്ന് പുറത്തു പോകൂലേ? ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലദീന കഫറൂ ബഅദ ഈമാനിഹിം സുമ്മസ്ദാദൂ കുഫ്റൻ ലൻ തുഖ്ബല തൗബതുഹും. ഈമാനിന് ശേഷം ഒരാൾ കുഫറിലേക്ക് പോയി, പിന്നെ ആ കുഫർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു, എങ്കിൽ അയാളുടെ തൗബ സ്വീകരിക്കപ്പെടുകയില്ല. മുസ്ലിം ആയതിനു ശേഷം ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന ആളുകളുണ്ട്. ലാ തഅ്തദിറൂ ഖദ് കഫർതും ബഅദ ഈമാനിക്കും. നിങ്ങൾ ഒരു ഉദറും പറയണ്ട, ഈമാനിന് ശേഷം നിങ്ങൾ എന്തായിരിക്കുന്നു? കാഫറുകളായിരിക്കുന്നു. ബഅദ ഈമാനിക്കും, ഈമാനിന് ശേഷം കാഫറുകളാണ്. ഇസ്ലാമിലേക്ക് വന്ന് ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന അവസ്ഥ ഉണ്ട്. യംറുഖൂന മിനദ്ദീൻ കമാ യംറുഖുമു സ്സഹ്മു മിനർ റമിയ്യ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? അവർ ദീനിൽ നിന്ന് പുറത്തു പോകും, വേട്ടമൃഗത്തെ തുളച്ച് അമ്പ് കടന്ന് പുറത്തേക്ക് പോകുന്നത് പോലെ. ഇസ്ലാമിലൂടെ കടന്നു വന്ന് ഇസ്ലാമെന്ന് പുറത്തേക്ക് പോവുക, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് പുറത്തേക്ക് പോവുക. അങ്ങനെയുള്ള അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് സഗൗരവം പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള കാരണം. ചില ആളുകൾ ധരിച്ചിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് നാവ് കൊണ്ട് പറഞ്ഞാൽ യക്ഫി, അത് മതിയായി എന്ന് ധരിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ നിന്ന് പുറത്തു പോകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതേതാണ്, അതെന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ വിഷയമാണ്.